അന്റാലിയ ടൗൺ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഒരു സിൽവർ ജ്വല്ലറി അല്ലെങ്കിൽ അങ്ങനെയുള്ള മേടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇവരുടെ ഔട്ട്ലെറ്റുകളായിട്ടുള്ള കോട്ടൺ, ലെതർ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ഡ്രസ്സുകളുടെ, ജാക്കറ്റുകളുടെ ഒക്കെ ഒരു വലിയൊരു ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അവിടെ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും നല്ല രീതിയിലൊക്കെ അത് എൻജോയ് ചെയ്തു. അതിനുശേഷം ടൗൺ ട്രിപ്പിലുള്ള ഒരു ബോട്ടിംഗ് കൂടി ഉണ്ടായിരുന്നു. അതിലേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ടിംഗ് എന്ന് പറയുന്നത്. അത് എന്താ പറയുക, ആ പോകും വഴിയിലൊക്കെ കുറച്ച് മൾബറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം പൊട്ടിച്ച് കഴിക്കാനും അങ്ങനെയൊക്കെ നമ്മൾ അതിനുള്ളിൽ കയറി. ബോട്ടിങ് ഏകദേശം നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ പോകുന്നത്. അങ്ങനെ ബോട്ടിങ്ങും എൻജോയ് ചെയ്തു. ടൗൺ ട്രിപ്പിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഗൈഡും നല്ലൊരു ഗൈഡായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഗൈഡിനെയും കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ആണ്. അന്ന് നമ്മൾ നൈറ്റിലെ വ്യൂ ആണിത്. അത് കഴിഞ്ഞിട്ട് ഒരു ഡേ വ്യൂവും കൂടിയും കാണിക്കാം. ഡേയിൽ നമ്മൾ കുളിക്കാനും അതുപോലെ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. നല്ലൊരു ഹോട്ടലുമാണ്. അവിടെ ഹോട്ടൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അതെല്ലാം കണ്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം മോർണിംഗ് വ്യൂ ആണിത്. മോർണിംഗിൽ ജസ്റ്റ് വെള്ളമൊക്കെ നല്ല തണുപ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ഒരു കുളിയെല്ലാം ജസ്റ്റ് നമ്മൾ ബോട്ടിങ്ങിൽ പോകുമ്പോൾ കണ്ട ഏരിയ ആണിത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെയും. അതിനുശേഷം നമ്മൾ പോകുന്നത് ഡെനിസിലേക്കാണ്. അവിടെയാണ് നമുക്ക് പാംകാല എന്ന് പറയുന്ന ഏരിയ കാണാനായിട്ടുള്ളത്. ഇത് കാണുമ്പോൾ വൈറ്റ് സ്റ്റോൺ ആയിട്ട് കാണുന്ന ആ പാറ, അത് പാറ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ആദ്യത്തെ വ്യൂവിൽ തോന്നും മഞ്ഞ് മൂടി കിടക്കുന്ന പോലെയൊക്കെ. ഇതാണ് പാംകാല എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ഈ അന്റാലിയയിൽ നിന്ന് പാംകാലയിലേക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഇവിടെ നമ്മൾ ബസ് തന്നെയാണ് ചൂസ് ചെയ്തത്. എല്ലാ തരത്തിലും കംഫർട്ടായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ബസ്സിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഫുഡും ബാക്കി എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ട്രാവൽ തന്നെയാണ് ബസ്സിലൊക്കെ ഉള്ളത്. ഇത് ഈവനിങ്ങിൽ ഞങ്ങൾ ജസ്റ്റ് അധികം ആളുകളൊന്നും ഇല്ല, ആ ഏരിയയിൽ കൂടെയൊക്കെ ഒന്ന് സൺസെറ്റ് കാണാനും ഈ ഏരിയയിലൊക്കെയാണ്. മോർണിംഗിൽ ഈ ഹോട്ട് എയർ ബലൂൺസൊക്കെ ലാൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ അപ്സ്റ്റെയറും ബാക്കി കാര്യങ്ങളാണ് ഈ പാംകാല എന്ന് പറയുന്ന ഏരിയ.